പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നു. എൻ്റെ പേര് നിമിത അന്ന ബെന്നി. എനിക്ക് 20 വയസ്സാണ്. ഞാൻ എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ പൈലറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മയും അമ്മച്ചിയൊക്കെ ഒരുപാട് കാലങ്ങളിലായി ഉടമ്പടിയിലുള്ളവരാണ്. എങ്കിലും ഒരിക്കലും ഉടമ്പടിയിലേക്ക് വരണമെന്നൊന്നും എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ 2 വർഷമായി ഈ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഓരോ ക്ലാസ്സുകൾക്കും എക്സാമിനും ഒക്കെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എവിടെ ചേർന്നപ്പോഴത്തേക്കാണ് അമ്മ എൻ്റെ നിയോഗം വെച്ചിട്ട് അമ്മയുടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ ഒരു തവണ റിജക്റ്റായി. എങ്കിലും അവരുടെ ബാച്ച് 4 എനിക്ക് സെലക്ഷൻ കിട്ടി. അത് ഞാൻ അമ്മയുടെ സാക്ഷ്യത്തിൽ ഉണ്ടായിരുന്നൊരു സാക്ഷിയാണ്. ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് എൻ്റെ 10th-ൻ്റെയും 12th-ൻ്റെയും സർട്ടിഫിക്കറ്റും എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ മിസ്സായി പോകുന്നത്. അത് 3ഉം ഒരു ഫയലിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും അമ്മയും അപ്പയും അനിയത്തിമാരും എല്ലാം വീട് മൊത്തം തപ്പി, എല്ലായിടത്തും തപ്പി, പക്ഷെ അവിടെ അങ്ങ് ഇല്ലായിരുന്നു. അപ്പം ഈ മിസ്സായി പോയി തപ്പുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അമ്മ ഇവിടെ വന്ന് എനിക്ക് അമ്മയുടെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയുന്നത്. അപ്പം ഞാനും ഈ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അമ്മയുടെ സാക്ഷ്യത്തിന് കൂടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വിങ്ങി നിന്ന് മാതാവിനോടൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്ന് ഞാൻ ചുമ്മാ എൻ്റെ അലമാരി തുറന്നപ്പം ഫ്രണ്ടിൽ തന്നെ ആ ഫയലിരിപ്പുണ്ട്. അത് മിസ്സാവാൻ തീരെ ഒരു ചാൻസ് ഇല്ല. കാരണം ഞങ്ങൾ തപ്പിയപ്പോൾ അതല്ല, എൻ്റെ അലമാരി എന്തായാലും ഒരു 2-3 തവണയെങ്കിലും തപ്പിയ ഒന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഫയൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 10th 12th സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് അപ്പം തന്നെ തിരിച്ചു കിട്ടി. അങ്ങനെയാണ് ഞാൻ മാതാവിലേക്കും ഉടമ്പടിയിലേക്കും കുറച്ചെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായി തുടങ്ങുന്നത്. പക്ഷേ അന്ന് എനിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. അടുത്ത ദിവസം എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി. പിന്നെ 4 മാസം എനിക്ക് ഡൽഹിയിൽ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോകേണ്ട 4 സബ്ജക്റ്റ് ഉണ്ട്. നാട്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റേജ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പം എൻ്റെ 4 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് ഓൾറെഡി ക്ലിയർ ആണ്. ഒരു സബ്ജക്റ്റ് ഞാൻ 3 months ക്ലിയർ ആക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു എയർ നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. കാഡറ്റ് പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ഒരു തവണ എഴുതി, ക്ലിയർ ആയില്ല. പിന്നെ അവിടെ 4ാമത്തെ മാസം ഞാൻ എക്സാം എഴുതി. എനിക്ക് 65 മാർക്കാണ് കിട്ടിയത്. 70 മാർക്ക് വേണം ഞങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എല്ലാം പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഫെയിലായി. അപ്പം എന്നാലും എനിക്ക് ഒരു അറ്റംപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈയിങ് സ്കൂളിനൊരു റൂളുണ്ട്, 2 അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു റൂളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി തിരിച്ചു വന്നു. അന്ന് ഞങ്ങളുടെ 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്ക്, ഇനി എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ക്ലാസ് കഴിയുമ്പോഴും എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു മൊത്തം. ചെയ്യാൻ പറ്റുമോ, ഉടമ്പടി ജീവിതമൊക്കെ ശരിക്കും നയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. എങ്കിലും ഉടമ്പടി ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. 2ാമത്തെ മാസമാണ് എൻ്റെ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് ആ എക്സാം ഒന്നുകൂടെ എഴുതാൻ പറ്റുന്നത്. അപ്പം ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്, അതായത് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഫ്ലൈയിങ് സ്കൂളിന് ഒരു 23 ലക്ഷം രൂപ ഫ്ലൈയിങ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എഴുതുന്നത് ഉടമ്പടിയിൽ നിൽക്കുന്ന 2ാമത്തെ മാസമാണ്. അപ്പോൾ അന്ന് എഴുതിയിട്ട് എനിക്ക് മനസ്സിലുണ്ട്, പഠിച്ചിട്ടാണല്ലോ എഴുതുന്നത്, എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്തായാലും പാസ്സാവും എന്നുള്ള രീതിക്ക് ഞാൻ പോയി എക്സാം എഴുതി. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 64 മാർക്കാണ്. നേരത്തെ കിട്ടിയതിനേക്കാൾ 1 മാർക്ക് കൂടെ കുറഞ്ഞു. അപ്പോഴാണ് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് എന്നുള്ളതിൻ്റെ ശരിക്കത്തെ മീനിങ് ബോധ്യമായത്. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, ടെർമിനേറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പത്തെ ബാച്ചിലുള്ള ആൾക്കാർ ഈ 2 അറ്റംപ്റ്റ് ഫെയിലായിട്ട് ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്, അവർ ടെർമിനേറ്റ് ആക്കും, ഇനി ഒരു അറ്റംപ്റ്റ് കൂടെ തരാൻ തീരെ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഉടമ്പടിയിൽ എന്തോ ഉഴപ്പിയിട്ടുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്,
നാളെ കൃപാസനത്തിൽ പൊക്കോ, അവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആൾക്കാരെ വേണമെന്ന് അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് വന്നു. അപ്പം അങ്ങള് പറഞ്ഞു പത്രം മടക്കാൻ കയറിക്കോളാൻ പറഞ്ഞു. ഞാനൊരു 2-3 ആഴ്ച ഇവിടെ നിന്നു. 3 ആഴ്ചയായിട്ടും ഫ്ലൈയിങ് സ്കൂളിൽ നിന്ന് ഒരു റെസ്പോൺസും വരുന്നില്ലായിരുന്നു. അപ്പോൾ നോർമലി ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ടെർമിനേഷൻ ലെറ്ററൊക്കെ വരേണ്ടതാണ്. പക്ഷെ 3 ആഴ്ചയായിട്ടും ടെർമിനേഷൻ ലെറ്റർ വന്നില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ടൈമിൽ 3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയ ടൈമിൽ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, ഇങ്ങനെയാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് ടെർമിനേഷൻ വരേണ്ടതാണ് പക്ഷെ വന്നിട്ടില്ല. ഓൾസോ പ്രീവിയസ് ബാച്ചിലുള്ള ആൾക്കാർക്ക് ഈ പൈസ അവർ തിരിച്ചു കൊടുക്കുന്നതിന് ഭയങ്കര ലാഗ് ആവുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, പൈസ തിരിച്ചു തരുമോ, എന്താണ് സംഭവം, ടെർമിനേറ്റ് ഇതുവരെ ആക്കിയില്ലെങ്കിൽ ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു, ഞങ്ങളെ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ അയച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും ഈ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും റിപ്ലൈ ഒന്നും വരുന്നില്ല. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്ലൈ വന്നു, നിൻ്റെ അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് എനിക്കൊരു റിപ്ലൈ വന്നു. അപ്പോൾ ഈ എൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഈ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് ഈ 2 തവണ ഫെയിലായ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനും ഓൾറെഡി ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള ബാച്ചിലുള്ള 2-3 പേര് ഈ ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി എല്ലാവരും ഫ്ലൈയിങ്ങിന് പോയി. ഞാനും ബാക്കിയുള്ള 3 പേരും മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ അടുത്തൊരു അറ്റംപ്റ്റ് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കഴിയും മാസം 22-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം, ബാംഗ്ലൂരിലായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ ഇവിടെ വന്നു. അപ്പോൾ ആൾക്കാരെ കയറി നിന്നിട്ട് എനിക്കെന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയില്ല. ആകപ്പാടെ കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ. ഞാനിവിടെ കയറി നിന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കൂടെ എഴുതുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം എങ്ങനെയും കയറിപ്പോകാനുള്ള അനുഗ്രഹം നൽകണം. അങ്ങനെ ഞാൻ അച്ഛനപ്പോഴത്തേക്ക് ബ്ലെസ്സിങ്, ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ബ്ലെസ്സിങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെട്ടു ആ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം പാടായിരുന്നു, കാരണം ആദ്യം ഒരു റൗണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു 10-20 ക്വസ്റ്റ്യൻസാണ് ഞാൻ വിട്ടിരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അതിലും എനിക്ക് ശരിയാണോ എന്നറിയില്ല. ഞാൻ കാണാണ്ട് പഠിച്ചു പോയ കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പും എടുത്തിട്ടാണ് ഞാൻ കയറിയത്. എന്നാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു ഒന്നും ഓർമ്മ വരാത്തപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. കാരണം ലാസ്റ്റ് അറ്റംപ്റ്റാണ്, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതില്ലാണ്ട് എനിക്കിനി US പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ തിരിച്ചു വന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നിത്യാരാധനയിൽ പോയി. നിത്യാരാധനയിൽ പോയിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞാൻ തുറന്നപ്പോൾ എനിക്ക് 81 മാർക്കുണ്ട്. 70 മാർക്ക് ചോദിച്ചാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. മാതാവ് എനിക്ക് 81 മാർക്ക് തന്നു. ഞാൻ 81 മാർക്കിനുള്ള ഒന്നും ഞാൻ എക്സാമിൽ എഴുതിയിട്ടില്ല. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് പുറത്ത് പോകുന്നത്. അങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടാണ് പോയത്. ഞാൻ എയർപോർട്ടിലും ഫ്ലൈറ്റിലും എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ പറഞ്ഞു, നമുക്കൊരു മാതാവുണ്ട്, നിങ്ങൾ പത്രം വായിക്കണം, പറ്റുമെങ്കിൽ ചെല്ലണം അവിടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കൊച്ചു ഗ്രൂപ്പുണ്ട് കൃപാസനത്തിൻ്റെ. അപ്പം അതിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയും എവിടെയെങ്കിലുമൊക്കെ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഒക്കെ കൊണ്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പങ്കാളിയാണ്. ഞാൻ എല്ലാ ആഴ്ചയും അവരുടെ കൂടെ പോവുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് ഞങ്ങളുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഭവനമുണ്ട്. അപ്പോൾ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരോടൊപ്പം ഇരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. ആത്മീയമായുള്ള വളർച്ചയെന്ന് പറയുമ്പം എനിക്ക് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നാണെങ്കിലും എനിക്ക് ഉടമ്പടിയൊക്കെ അമ്മ എടുത്തു കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്നും കുർബാനയ്ക്ക് പോകും. അപ്പം എന്നെയും വിളിച്ചുകൊണ്ടൊക്കെ പോകും. പക്ഷെ എന്നും കുർബാനയ്ക്ക് പോവും, കുടുംബ പ്രാർത്ഥന ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു ഇമോഷനോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നാണ് ഞാൻ ശരിക്കും ആത്മീയത എനിക്ക് വളർന്നത്. ദൈവവചനം വായിക്കുന്നതിനും കുർബാനയ്ക്ക് പോകുന്നതിനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുത്ത ടൈമിൽ
ഞാൻ 3-4 ദിവസമൊക്കെ കൂടിയിട്ടാണ് ആ ഒരു ധ്യാനം കൂടി തീർക്കുന്നതൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഉടമ്പടി ജീവിതം നയിക്കാനും കുർബാനയ്ക്ക് കൂടാനും കുമ്പസാരിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. അപ്പം ഞാൻ ഈ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന 4 മന്ത്സിലാണ്, അതായത് ഞങ്ങളുടെ 4 മന്ത്സിലാണ് അവർ ഈ നിയമം കൊണ്ടുവരുന്നത്. ഈ 2 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഫെയിലാകും എന്ന് പറഞ്ഞൊരു നിയമം. അപ്പം എന്തായാലും മുമ്പോട്ട് പറ്റില്ല, ഇതില്ലാണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഫ്ലൈയിങ്ങിന് പോയി. ഇനി മുമ്പിൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞുള്ളൊരു ഇതേ ഉള്ളൂ. ഞാനിവിടെ വരുന്നത് തന്നെ ടെർമിനേഷൻ ലെറ്റർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാലത്തിലാണ് ഞാനിവിടെ വരുന്നത് തന്നെ. ഇവിടെ വന്ന് മാധവന് മുമ്പ് ഇരിക്കുമ്പോഴും നിത്യാരാധനയെ പോയി ഇരിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ടെർമിനേഷൻ ലെറ്റർ വരരുത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് തോന്നിയാത്തൊരു കാര്യമായിരുന്നു. പിന്നാണ് അവർ ഒരു അറ്റംപ്റ്റൂടെ തന്ന് അനുഗ്രഹിച്ചത്. അപ്പം അത് മാതാവിൻ്റെ അനുഗ്രഹത്തോട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഉടമ്പടി ജീവിതത്തിലുള്ള ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. നിവിത അന്ന ബെന്നി തനിക്ക് ഇന്ന് എയർ ഇന്ത്യ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയതിൻ്റെയും അതുപോലെ യാതൊരു ചാൻസും ഇല്ലാതിരുന്നു, ടെർമിനേഷൻ മാത്രം തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരവസരത്തിൽ എങ്ങനെയാണ് ആ ടെർമിനേഷൻ, തനിക്ക് മുമ്പുള്ള ബാച്ചൊക്കെ അതാണ് അവർക്ക് കൂടുതലായി അവർക്ക് കിട്ടിയിരുന്നത്. ടെർമിനേഷൻ മാത്രം 2 അറ്റംപ്റ്റ് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. തൻ്റെ 2 അറ്റംപ്റ്റും ഫെയിലായി. അതും നാം ശ്രദ്ധിക്കേണ്ടത്. ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് 1 മാർക്ക് കൂടി കുറഞ്ഞു എന്നാണ് നിമിത പറയുക. അപ്പോഴാണ് പലപ്പോഴും അമ്മമാർ, മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളുടെ മെൻറ്റേഴ്സ് ആകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഉടമ്പടി എടുത്ത അമ്മ പറയുകയാണ് മകളോട്, നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യ്, നീ എന്തോ ഉടമ്പടിയിൽ നീ നല്ല രീതിയിൽ നീ ഒന്നും ചെയ്തിട്ടില്ല, എവിടെയൊക്കെയോ നിനക്ക് അല്പം പിഴവ് പറ്റിയിട്ടുണ്ട്, നീ അത് എന്താണെന്ന് നീ കണ്ടുപിടിക്കണം, നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നാണ് പറയുക. കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ 2 ചിറകുകളാണ്. ഈ ചിറകുകളാണ് നമുക്ക് വാഗ്ദാന പേടകമായ അമ്മയുടെ അടുത്തേക്ക് പറന്നെത്തി അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് നമ്മെ സഹായിക്കുക. അതാണ് നിമിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിമിത റീതിങ്ക് ചെയ്തു, എവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയത്. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ആ മകൾ ഇവിടെ വരുന്നു. അങ്ങനെ താൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ കടന്നുപോയ താൻ ജീവിച്ച ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആത്മധൈര്യമായിട്ട് ബലമായിട്ട് പരിശുദ്ധാത്മാവ് തനിക്ക് കൂടുതൽ ശക്തി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് മത്തായി ശ്ലീഹായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായത്തിൽ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാണ് നാമും നമ്മോട് ചോദിക്കേണ്ടത്. നിമിത അതാണ് ചെയ്തത്. വിശേഷവിധിയായിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ ദൈവം ഈ മകൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നു. അങ്ങനെ നാം കേട്ട തിരുവചനം പോലെ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത്, സ്നേഹിക്കുന്നത് നാം എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, കുറവായതുകൊണ്ടാണ്. മറ്റെല്ലാ ജനതകളെയേക്കാൾ ചെറുതാണ് നിങ്ങളെന്ന ഇസ്രായേൽ ജനത്തോട് പറഞ്ഞുകൊണ്ട് ഇന്നും അത് തന്നെയാണ് നമുക്കും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻ്റായിട്ട് നമുക്കും പറയുവാനുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. തൻ്റെ പഠനത്തിൽ താൻ കൂടുതൽ ആശ്രയിച്ചു, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോഴെനിക്ക് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അത് അമിത വിശ്വാസമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് പിന്നീട് തനിക്ക് 1 മാർക്കും കൂടി കുറയുന്നത്. ഈ മാർക്ക് കുറഞ്ഞപ്പോൾ നിരാശപ്പെട്ട് പരിതപിച്ച് എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക അത് ഏറ്റവും എളുപ്പമാണ്. എന്നാൽ അവിടെയല്ല, തനിക്ക് കൂടുതലായിട്ട് അതുവരെയും ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് അധികം വിശ്വാസമോ
ഒന്നുമില്ലാതിരുന്ന മകള്, താല്പര്യമില്ലാതിരുന്ന മകള് തൻ്റെ അമ്മ മെൻറ്ററായിക്കൊണ്ട് തന്നോട് പറയുമ്പോൾ അത് കേട്ട് ആ അമ്മ പറയുന്നതനുസരിച്ച് വീണ്ടും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ തനിക്ക് തിരിച്ചു ലഭിക്കുന്നത്, എല്ലാറ്റിലും പിന്നീട് ദൈവിക ഇടപെടലുകൾ കാണുകയാണ്. ഇത് തന്നെയാണ് ഒരു ദൈവ പൈതൽ. അതായത് നമുക്ക് മറ്റെങ്ങും ആശ്രയമില്ല എന്നുള്ള ഒരവസ്ഥയിൽ മാത്രം നാം ഉടമ്പടി എടുക്കുമ്പോൾ, ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും നാം കാത്തു പരിപാലിക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുക. അല്ലാതെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഇവിടെ നടന്നിട്ടല്ല. ഇത് വ്യക്തികളാണ് ഇതിനെല്ലാം കാരണമാവുക. വ്യക്തിത്വ വിശുദ്ധീകരണം. തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിമിത പറഞ്ഞു. താൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, ജീവിച്ചു. എന്നാൽ ഇന്നാണ് താൻ ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തോടെ ക്രിസ്തു അനുഭവം തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതും. വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, ഇതൊക്കെ ഇന്ന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതായിട്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ കരുതുന്നു. അതുപോലെ തന്നെ എത്രയോ യുവജനങ്ങളാണ് ഉടമ്പടിയെടുത്ത് ഇന്ന് കർത്താവിന് സാക്ഷ്യം വഹിക്കുക. നമുക്ക് ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ കൃപകൾക്കും, അതുപോലെ യൂത്ത് അവർ ഈശോയെ കൂടുതലായി സ്നേഹിക്കുന്നു, അറിയുന്നു. ഇത് തന്നെയാണ് ഇന്ന് കൃപാസനം ആഗ്രഹിക്കുന്നതും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.